മുംബൈയിലെ കുർളയിൽ ബസ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി 4 പേർ മരിച്ചുവെന്ന ദുഃഖകരമായ വാർത്ത വരുന്നു. 20 യാത്രക്കാർക്ക് പരിക്കേറ്റു. വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും ബസ് ഇടിച്ചു വീഴ്ത്തിയെന്നും ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് അറിയിക്കുന്നു. തത്സമയം ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. ഈ അപകടത്തിൻ്റെ വാർത്ത വായിച്ച് എൻ്റെ നാവ് പണിമുടക്കുമെന്നാണ് തോന്നുന്നത്. പറയൂ. ശ്രീനാഥ് ചന്ദ്രൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. അതായത് നിയന്ത്രണം വിട്ടാണ് കുർളയിൽ വാഹനങ്ങൾക്കിടയിലേക്ക് ബസ് ഇടിച്ച് കയറി 4 പേരുടെ മരണം സംഭവിച്ചത്. 20 യാത്രക്കാർക്ക് പരിക്കേറ്റുവെന്നും മുംബൈയിൽ നിന്ന് വാർത്ത വരികയാണ്. കാൽനട യാത്രക്കാരെയും വാഹനങ്ങളെയൊക്കെ ഇടിച്ചു വീഴ്ത്തിയിട്ടാണ് ഈ വണ്ടി ഇത്രയും അപകടം ഉണ്ടാക്കിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, സംഭവ സ്ഥലത്താണ് ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ ഉള്ളത്. ശ്രീനാഥ് ചന്ദ്രൻ, സ്പോട്ടിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? എസ് കെ എൻ, ലേറ്റസ്റ്റായി നമുക്ക് പറയാനുള്ളത് ഈ മരണസംഖ്യ അത് ഉയരുന്നു എന്നത് ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നേരത്തെ 4 മരണമാണ് നമ്മൾ സ്ഥിരീകരിച്ച് നൽകിയതെങ്കിൽ ഇപ്പോൾ അത് 5 ആയിട്ടുണ്ട്. ഇപ്പോൾ മുംബൈ കോർപ്പറേഷൻ്റെ ഒരു വാർത്താക്കുറിപ്പ് ലഭ്യമായിട്ടുണ്ട്. അതിൽ 5 പേർ മരിച്ചു, 36 പേർ ഇപ്പോൾ പരിക്കുകളോട് ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ അപകടം നടന്ന അംബേദ്കർ നഗറിലാണ്. ഇവിടെ ഈ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലേക്കാണ് ഇടിച്ചാണ് ഈ മുംബൈ കോർപ്പറേഷൻ ബസ് ഈ അപകടശേഷം നിന്നത്. നിയന്ത്രണം വിട്ട് അതിവേഗത്തിൽ വന്ന ബസ് നിരവധി വാഹനങ്ങൾ, ഏതാണ്ട് 10-30ഓളം വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. ഇതൊരു മാർക്കറ്റ് ഏരിയയാണ്. വൈകിട്ട് ഈ 9 മണി സമയത്താണ് അപകടം ഉണ്ടാവുന്നത്. ആ സമയത്ത് നിരവധി പേർ ഇവിടെ ഈ കച്ചവടങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൂടി ഇടിച്ചു തെറിപ്പിച്ചാണ് ഈ ബസ് പിന്നീട് ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ച് കയറി നിന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് വാഹനങ്ങൾ കാണാനില്ല. പരമാവധി വാഹനങ്ങൾ രാത്രിയോടെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ബസ്സടക്കം നീക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന കുറച്ച് വാഹനങ്ങളുടെ ഒരു സ്ഥിതിയാണ് ഇവിടെ പുറത്തിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതാണ്ട് വാഹനങ്ങൾ ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു പരമാവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെ ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇപ്പോൾ ചികിത്സയിലുള്ള ആളുകളുടെ നില, അതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നതാണ് മുംബൈ കോർപ്പറേഷൻ്റെ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ബ്രേക്ക് നഷ്ടമായി എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു പരിഭ്രാന്തിയിൽ ഡ്രൈവർ ഒരുപക്ഷെ ആക്സിലേറ്റർ കൂടുതലായി ചവിട്ടിയിരിക്കാം എന്നതാണ് ഈ അപകടത്തിൻ്റെ ഒരു സ്വഭാവം പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. നല്ല വേഗത്തിലാണ് ഈ ജനത്തിരക്കുള്ള ഈ രാത്രി സമയം ഈ വഴിയിലൂടെ സഞ്ചരിക്കാതെ അത്ര എളുപ്പമല്ല. കാരണം വഴിയോരത്തൊക്കെ കച്ചവടക്കാരുണ്ട്, ആളുകൾ സാധനം വാങ്ങാൻ വരുന്നു, വഴിയിലൂടെയൊക്കെ ആളുകൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് വാഹനങ്ങൾക്ക് അതിവേഗം പോകാൻ കഴിയുന്ന ഒരു പാതയല്ല. എന്നിട്ട് പോലും അതിവേഗത്തിൽ വന്ന് ഈ വിധം ഇടിച്ചെങ്കിൽ ഒരുപക്ഷെ ആക്സിലേറ്റർ കൂടി അദ്ദേഹം ഈ ഡ്രൈവർ ചവിട്ടിയിട്ടുണ്ട്. ഏതായാലും ഡ്രൈവറെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വൈദ്യപരിശോധനയടക്കം നടത്തേണ്ടതുണ്ട്. മദ്യപിച്ചിട്ടുണ്ടോ എന്നത് അടക്കമുള്ള സംശയങ്ങൾ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പരിശോധനകൾ കൂടി പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ചികിത്സയിലുള്ള ആളുകളുടെ കാര്യത്തിലാണ് അല്പം ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത്. സ്കെയിൻ. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് കുർളയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.